അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് വ്യത്യസ്തതകളുമായിട്ടാണ് സീസൺ 7 ആരംഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തത തന്നെയാണ് ഒരുപക്ഷെ ബിഗ് ബോസ് ചരിത്രത്തിൽ, മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു ലെസ്ബിയൻ കപ്പിൾ എത്തിയിരിക്കുന്നു. ഏറെ വിവാദമുണ്ടാക്കിയ ഒരു ഒത്തുചേരലായിരുന്നു ആദില നസ്രീന്റെയും നൂറ ഫാത്തിമയുടെയും. അവർ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ കേരള സമൂഹത്തിൽ ഒരുപക്ഷെ സ്വവർഗ വിവാഹം, സ്വവർഗ പ്രണയം എന്നിവയൊക്കെ മലയാളി സമൂഹത്തിന് അത്രമേൽ അപരിചിതമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാലമാണ് ഇന്നും മലയാളി സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും ആദിലയും നൂറയും അംഗീകരിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ജാതി മതഭേദമന്യേ കേരള സമൂഹത്തിലെ ഭൂരിപക്ഷവും ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അവർ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രണയത്തിലാകുന്നത്, അതും സൗദി അറേബ്യ പോലൊരു രാജ്യത്ത്. ആദില ആലുവയിൽ നിന്നാണ്, ഫാത്തിമയാണെങ്കിൽ താമരശ്ശേരിക്കാരി. ഇരുവരുടെയും ബന്ധം കോടതി വരെ കയറി. പിന്നീട് കോടതി അവരെ ഒരുമിച്ചു ജീവിക്കാൻ അനുവദിച്ചു. കേരളം ഒന്നാകെ ശ്രദ്ധിച്ച ഒരു വിധിയായിരുന്നു ആദില നസ്രീന്റെയും ഫാത്തിമ നൂറയുടെയും ഒത്തുചേരലിന് വേണ്ടി കോടതി ഇടപെട്ടത്. സൗദിയിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നൂറയുമായി പ്രണയത്തിലാകുന്നതെന്ന് ആദില അന്ന് ഹർജിയിൽ വിശദീകരിച്ചിരുന്നു. എന്നാൽ ഇരുവരുടെയും ബിരുദ പഠനം നാട്ടിലായിരുന്നു. കോവിഡ് സമയമായപ്പോഴേക്കും മാതാപിതാക്കൾ നൂറയെ സൗദിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് മാതാപിതാക്കൾ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയുന്നത്. സ്വാഭാവികമായി രണ്ട് കുടുംബവും ബന്ധത്തെ എതിർത്തു. കുടുംബങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് അവർ പറയുന്നു. ബിരുദ പഠനത്തിന് ശേഷം ഒന്നിച്ചു ജീവിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പിന്നീട് ഇരുവർക്കും ചെന്നൈയിൽ ജോലി ശരിയാക്കി. വീട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് മെയ് 19 ഒളിച്ചോടി കോഴിക്കോട് ഒരു കേന്ദ്രത്തിൽ അഭയം നേടി. എന്നാൽ ബന്ധുക്കൾ അവിടെ എത്തി പ്രശ്നമുണ്ടാക്കി. അങ്ങനെ പോലീസ് ഇടപെട്ടു. പിന്നീട് ആദിലയുടെ ബന്ധുക്കൾ ഇരുവരെയും ആലുവ മുപ്പത്തടത്തുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നുവെന്നും നൂറയുടെ ബന്ധുക്കൾ ഇവിടെ വെച്ച് ബലം പ്രയോഗിച്ച് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയെന്നും എന്റെ മാതാപിതാക്കൾ അവരെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ആദില പറയുന്നു. തുടർന്നാണ് നൂറയെ വിട്ടുകിട്ടാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അങ്ങനെ കേസിന്റെയൊക്കെ ഒടുക്കം ഒരുമിച്ച് ജീവിക്കാൻ കോടതി അനുവദിച്ചു. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ നിയമപരമായി തടസ്സമില്ലെന്ന് വ്യക്തമാക്കി നൂറയെ ആദില നസ്രീനൊപ്പം വിട്ടുകൊടുക്കാനുള്ള വിധി പുറപ്പെടുവിച്ചത്. അങ്ങനെ ആ ആദിലയും നൂറയുമാണ് ബിഗ് ബോസ് 7 സീസണിലേക്ക് ബിഗ് ബോസ് വീട്ടിൽ എത്തുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർ ഇന്നും അവരെ അനുകൂലിക്കാത്തവർ തന്നെയായിരിക്കാം ബഹുഭൂരിപക്ഷവും. ഇവർ രണ്ടുപേരും ഒരു മത്സരാർത്ഥിയായിട്ടായിരിക്കും ഈ ഷോയിൽ പങ്കെടുക്കുക. അതായത് പ്രേക്ഷകർക്ക് രണ്ടിലൊരാളോട് തോന്നുന്ന താല്പര്യക്കുറവ് ഇരുവരുടെയും മത്സരത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ 2 മത്സരാർത്ഥികൾ ഒറ്റ വ്യക്തിയായി ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് സീസൺ 2 അന്ന് സഹോദരങ്ങളായ അമൃത സുരേഷും അഭിരാമി സുരേഷുമായിരുന്നു അവർ. സീസൺ 3 ഫിറോസ് സജിന എന്ന ദമ്പതികളും അങ്ങനെയായിരുന്നു. എന്നാൽ ഇവരാരും തന്നെ ഈ ഷോയിൽ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ആദിലയും നൂറയും മത്സരാർത്ഥിയായി എത്തുമ്പോൾ അവർക്കിടയിലുള്ള സ്നേഹങ്ങളും അസ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും അവരുടെ ബന്ധത്തിന്റെ ദൃഢതയും കെട്ടുറപ്പും ഒന്നൊരു പിണക്കങ്ങളും ഒക്കെ കാണാനാകും പ്രേക്ഷകർ കാത്തിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഇത്തരത്തിലുള്ള വേദികളിൽ അവരെ എത്തിക്കുക എന്നതിലൂടെ ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത്തരം യാഥാസ്ഥിതികമായ ചിന്തകളിൽ നിന്ന് മാറി ഇത്തരക്കാരെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തെ പോലെ ഒരുപക്ഷെ ഇത്തരക്കാരെ അംഗീകരിക്കാൻ കുറേ പേരെങ്കിലും തയ്യാറാകും എന്ന് തന്നെയാണ് തോന്നുന്നത്.